അങ്ങനെ ചലഞ്ചിങ് ആയിട്ട് തോന്നിയില്ല. കാരണം ചില കാര്യങ്ങൾ എന്താ ഈ ഇതിൽ BS ഉണ്ട് ആ സിലബസിൽ അത് പഠിച്ചപ്പോൾ എനിക്ക് ക്ലാസ്സുകളൊക്കെ നല്ലതായിരുന്നു. ടീച്ചേഴ്സ് സർട്ടൻ ടോപ്പിക്സും കോൺസെപ്റ്റ്സും നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കുമായിരുന്നു. പിന്നെ ആദ്യം ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് വഴിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പല ബ്രില്യൻ ക്ലാസ്സിനെ കുറിച്ച് അറിയുന്നത്. സ്കൂളിലെ അക്കാഡമിക് ലെവലിൽ പെർഫോമൻസിലും വളരെയധികം മാറ്റം ഉണ്ടായി. കഴിഞ്ഞ വർഷത്തെ BSO അതായത് ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ലക്ഷ്മി ബിജു എന്ന മിടുക്കിയായ വിദ്യാർത്ഥിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. അപ്പോൾ ലക്ഷ്മി ആദ്യമേ തന്നെ BSOയിൽ ആ ഒരു ടോപ്പ് 50-ലാണ് എത്തിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു മികച്ച വിജയം കരസ്ഥമാക്കിയതിൽ കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു വിജയം നേടിയതിൽ? എനിക്കിത് ഒരു വളരെ സന്തോഷമായിട്ടൊരു ഒരു അവാർഡ് കിട്ടുന്ന ഒരു ഇതാണ്. എനിക്കിത് ആദ്യമായിട്ടാണ് ഈ എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ടുള്ള ഒരു അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അത് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് തലത്തിൽ ഇത്തരത്തിലുള്ളൊരു സ്കോളർഷിപ്പ് അവാർഡൊക്കെ കിട്ടുന്നല്ലോ. ഓക്കെ, ശരിക്കും അപ്പോൾ എക്സൈറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ലക്ഷ്മിനെ പറ്റി കൂടുതൽ അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നൽകാമോ? എൻ്റെ പേര് ലക്ഷ്മി ബിജു ആണ്. ഞാൻ ഇവിടെ 8ാം ക്ലാസ് തൊട്ട് ഇവിടെ ഓൺലൈൻ ബാച്ചിൽ പഠിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പം അബ്രോഡല്ല, ഇവിടെ തന്നെ. പിന്നെ എൻ്റെ അച്ഛൻ്റെ പേര് ബിജു രവീന്ദ്രനാണ്. ഇപ്പം ദുബായിൽ ഒരു എയർ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാണ് എമിറേറ്റ്സിൽ. പിന്നെ എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു ദുബായിൽ തന്നെ, ഇപ്പം റിട്ടയർഡാണ്. ചേച്ചീൻ്റെ പേര് പാർവതി ബിജു ആണ്. ഇപ്പം 12ാം ക്ലാസ് കഴിഞ്ഞ് ഇനി ഫിസിയോതെറാപ്പിക്ക് വേണ്ടി ഒരു കോളേജ് നോക്കി. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് 50-ലാണ് ലക്ഷ്മി എത്തിയിരിക്കുന്നത് നമ്മുടെ സയൻസ് ഒളിമ്പ്യാഡിൽ. അതിനായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ എന്താണേലും നമുക്ക് വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ ലൈഫും പാരലായിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ? അങ്ങനെ ചലഞ്ചിങ് ആയിട്ട് തോന്നിയില്ല. കാരണം ചില കാര്യങ്ങൾ ഈ ഇതിൽ BS ഉണ്ട് ആ സിലബസിൽ അത് പഠിച്ചപ്പോൾ എനിക്ക് സ്കൂളിൽ അല്പം എളുപ്പമായിട്ടായിരുന്നു തോന്നിയത്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇല്ലായിരുന്നു. ഓക്കെ, ആക്ച്വലി എൻ്റെ അടുത്ത ചോദ്യം അതായിരുന്നു. ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ സ്കൂളിലെ ടോപ്പിക്സിനായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിരുന്നോ എന്ന്? ഏത് വിഷയത്തിനാണ്, ഏത് സബ്ജക്റ്റിനായിരുന്നു കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയത് ഈ ഒരു BSOക്ക് പ്രിപ്പയർ ചെയ്യുന്നതോടുകൂടി? ഒരു ബയോളജി മാത്സ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ബയോളജിയും കെമിസ്ട്രിയും. ബയോളജിയും കെമിസ്ട്രിയാണ്. ഓക്കെ, എന്തുകൊണ്ടാണത്? എന്താണ് ഈ സുവോളജിയും ഈ മൃഗങ്ങളെയും കുറച്ച് പഠിക്കുന്ന ഈ കെമിക്കൽസിനെയും കുറച്ച് പഠിക്കുന്നത് എനിക്ക് ഇൻട്രസ്റ്റ് ആണ്. അങ്ങോട്ടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ 8ാം ക്ലാസ് മുതൽ നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിലെയും അംഗമായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചും ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ? ക്ലാസ്സുകളൊക്കെ നല്ലതായിരുന്നു. ടീച്ചേഴ്സ് സർട്ടൻ ടോപ്പിക്സും കോൺസെപ്റ്റ്സും നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കുമായിരുന്നു. പിന്നെ എക്സാംസും നല്ലോണം പോയിരുന്നു. സോ ഇപ്പോൾ ലക്ഷ്മി 9th-ലാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ, സോ എന്താണൊരു അംബീഷൻ? കാരണം ഇത്ര മികച്ച വിജയം നേടിയിരിക്കുന്ന അക്കാഡമിക് തലത്തിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഏത് സ്ട്രീമിലേക്കാണ് നമ്മുടെ ഫോക്കസ്? എനിക്ക് സയൻസ് എടുക്കണമായിരുന്നു. സയൻസ്, ഒരു ഡോക്ടറായി, ഒരു സ്പെസിഫിക്കലി ഒരു ഡെർമറ്റോളജിസ്റ്റ്. ഓക്കെ, അപ്പോൾ MBBS തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. എന്തുകൊണ്ടാണത്? കാരണം ചിന്തിക്കേണ്ട ഒന്നുമില്ല, നേരെ ചാടി പറഞ്ഞു MBBS ഡോക്ടർ. എന്തുകൊണ്ടാണ്? അത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അത് കാരണം ചൂസ് ചെയ്തത്. അതാണ് പാഷൻ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അത് ബ്രില്യനിലൂടെ തന്നെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ മാം നമസ്കാരം. അപ്പോൾ ലക്ഷ്മി പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഫൗണ്ടേഷനിലുണ്ട്. സോ ദാറ്റ് മീൻസ് അത്രയും കാലമായിട്ട് മാമും നമ്മുടെ ബ്രില്യൻ ഫാമിലിയുടെ ഒരു അംഗമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഫൗണ്ടേഷൻ ക്ലാസ്സുകളും ഫൗണ്ടേഷൻ്റെ ടീച്ചേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ? ഫൗണ്ടേഷൻ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് വഴിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പല ബ്രില്യൻ ക്ലാസ്സിനെ കുറിച്ച് അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് വന്ന മാറ്റം എനിക്ക് വാക്കുകളിൽ കൂടി പറയാൻ പറ്റില്ല. അത്രയും ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു എൻ്റെ മകൾക്ക് ഉണ്ടായിട്ടുള്ളത്.
അവൾക്ക് അവളുടെ സ്കൂളിലെ അക്കാഡമിക് ലെവൽ പെർഫോമൻസിലും വളരെയധികം മാറ്റം ഉണ്ടായി. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും എനിക്ക് വാക്കുകളില്ല, അത്രയ്ക്ക് സപ്പോർട്ടീവായിരുന്നു. എന്ത് ഡൗട്ട്സും നമ്മൾ എപ്പോൾ ചോദിച്ചാലും അവർ പറയാൻ സന്നദ്ധരായിരുന്നു. പിന്നെ എല്ലാ ആഴ്ചയും ക്ലാസ് ടീച്ചർ വിളിക്കും, സജഷൻസ് ഏതൊക്കെ മേഖലയിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമായിരുന്നു. ഒരു നല്ല അനുഭവമായിരുന്നു ബ്രില്യൻ്റ് സ്റ്റാർട്ട് ചെയ്തതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എൻ്റെ മോൾക്ക് അത് കാരണം നല്ല ഇമ്പ്രൂവ്മെൻ്റാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി മുന്നോട്ടുള്ള അവളുടെ ഫ്യൂച്ചറിലും അവൾക്ക് അതുകൊണ്ട് ഒരുപാട് നല്ല രീതിയിൽ അവൾക്ക് ഉയർന്നു വരാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ ഈ ടോപ്പ് 50-ൽ നമ്മുടെ ലക്ഷ്മി BSOയിൽ വന്നിട്ടുണ്ട്. ടോപ്പ് 50-ൽ അത് ശരിക്കും പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, കാരണം നിരവധി വിദ്യാർത്ഥികളാണ് ഈ എക്സാം എഴുതുന്നത്. അത്ര മികച്ചൊരു പൊസിഷനിൽ എത്തി എന്നറിഞ്ഞപ്പോൾ മാമിൻ്റെ ഒരു ഫസ്റ്റ് റെസ്പോൺസ് എങ്ങനെയായിരുന്നു? എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതിനുപരി ഞാൻ താങ്ക്സ് പറയുന്നത് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനോടാണ്. കാരണം അവർ നൽകിയ ക്ലാസ്സുകളിലൂടെയാണ് അവൾക്ക് ഒരു ഉയർന്ന ഒരു പൊസിഷൻ നേടിയെടുക്കാൻ സാധിച്ചത്. ടീച്ചേഴ്സ് ആയാലും ഒരിക്കൽ പോലും ഒരു കോഴ്സിൻ്റെ ഒരിടത്ത് പോലും ലാഗ് വന്നിട്ടില്ല, 1 മിനിറ്റ് പോലും ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ക്ലാസ് എല്ലാം അപ്ഡേറ്റഡ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളെ വളരെയേറെ സഹായിച്ചു. ഓക്കെ. അപ്പോൾ ലക്ഷ്മി, ഒന്നുകൂടി ഇനിയും ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കാനുണ്ട്, ഒരു ഡോക്ടർ ആകണമെന്നുള്ള ആഗ്രഹമാണ് ഇപ്പോൾ അറിയിച്ചത്. അപ്പോൾ അത് നേടിയെടുക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു മാം. താങ്ക് യു ലക്ഷ്മി. താങ്ക് യു.